ചോപ്പലങ്ങൾ തീരെ കണ്ണാനില്ലേ ഇവിടെ നേറുണ്ടോ നമുക്ക് നോക്കി ആ പേപ്പർ അവിടെ തിരുമ്പാൻ എന്തെങ്കിലും ഡൗട്ട് കൈ കഴിക്കാൻ നൂറൂലേ. ഹായ് അസ്സലാമലൈക്കും. അന്നത്തെ വീഡിയോ എന്ന് വെച്ചാൽ ലാലിൻ്റെ പ്രാങ്ക് ചെയ്യാൻ കേട്ടോ. എന്ത് ചെയ്യണമെന്ന് കേട്ടിട്ട് യാതൊരു കൊടുത്തിട്ടുണ്ടെങ്കിൽ എങ്ങനെ ചെയ്യുന്നത് കേട്ടോ. നിങ്ങൾക്ക് ഇങ്ങനെ തോന്നും ഭക്ഷണം വെക്കണം. അപ്പോൾ ഈ ഫെവിക്കോൾ ഇങ്ങനെ കയ്യിലങ്ങനെ കട്ട് ചെയ്താക്കിയിട്ട് ഫുഡ് കളറായിട്ട് ഇങ്ങനെ ചോറാക്കാം. അതായത് നമ്മൾ നിരപ്പം പിടിച്ചാൽ മാതിരിയാക്കാം. എന്നിട്ട് ലാലുവിനോട് പറയും കത്രിക തട്ടി ആയതാണെന്ന് പറയും. ലാലുവിന് അറിയണം അവിടെ ഒരു പണിയിലാണ്. അപ്പോൾ ലാലു വന്നു ഞാൻ പറഞ്ഞാൽ ഞാൻ ഈ ചിത്രം വരച്ചത് ഇങ്ങനെ പെയിന്റ് എടുക്കുന്നു. ലാലു പാവ വിശ്വസിച്ച് കേൾക്കുന്നു. അപ്പം എന്താണ് ലാലുവിനെ പറ്റിച്ചാൽ നോക്കിയാൽ ലാലുവിൻ്റെ റിയാക്ഷൻ എങ്ങനെയാണെന്നൊന്നും അറിയില്ല. എന്നാലും ചെറിയൊരു കൂടി ചിലപ്പോൾ അങ്ങനെ പ്രായണ്ടാവും, ചിലപ്പോൾ ആൾക്ക് യാതൊരു കുറിച്ചുണ്ടാവില്ല, ചിലപ്പോൾ കള്ളാസ് ചീറ്റിന്. അപ്പോൾ ആൾ നെട്ടില്ലെന്നൊക്കെ നോക്കാം. അപ്പോൾ അതിലടിച്ച് പോയി നമ്മൾ വരക്കുക. ഞാൻ കഴിഞ്ഞിട്ട് വിളിച്ചപ്പോൾ വന്നാൽ മതി. വരയിലിട്ടാ അവിടെ വരക്കുക. എല്ലാവരും മനസ്സിലായിട്ടില്ല തോന്നിട്ട്. അപ്പോൾ ഇതാവുന്ന ചിലപ്പോൾ മെയിൻ ചെയ്തിട്ടില്ലെങ്കിൽ മനസ്സിലാവും ചെയ്യും. നമുക്ക് നോക്കാം. നിങ്ങൾ കരുതുണ്ടാവും ലാലു എന്താ വന്ന് നോക്കി പോകണമെന്നൊക്കെ അല്ലേ. ലാലുവിനോട് ഞാൻ ആദ്യം പറഞ്ഞു തന്നിട്ട് ഇങ്ങനെ ചിത്രം വരക്കാണ്ടെന്ന്. കാരണം 2 ദിവസമായിട്ട് ഈ റൗണ്ട് ബോർഡുമ്പോൾ ചിത്രം വരക്കൽ തുടങ്ങിയിട്ട് ഇതുവരെയായിട്ട് ഫുള്ളായിട്ടില്ല. കാരണം എന്താ വെച്ചാൽ ഓരോ മൂഡിനനുസരിച്ച് ഔട്ട് ടൈം പെയിൻ്റ് എടുക്കുക, കുറച്ച് പെയിൻ്റ് എടുക്കും, പിന്നെ പോവും, പിന്നെ മൂഡുണ്ടാകുമ്പോൾ ഒന്ന് പെയിൻ്റ് എടുക്കും, അങ്ങനെ ആക്കി കാട്ടാം. അപ്പോൾ ഫുള്ളായിട്ടില്ല. അപ്പോൾ ഞാനിതിങ്ങനെ ചെയ്യാൻ വേണ്ടി ഇരിക്കുമ്പോൾ ലാലു ബാത്റൂമിലായിരുന്നു. അപ്പം ഞാൻ ലാലുവിനോട് ഇങ്ങനെ ചോദിച്ചു കുളി കഴിഞ്ഞ് വെച്ചപ്പോൾ എന്നോട് പറഞ്ഞു കുളി കഴിഞ്ഞിട്ടില്ല എന്ന്. അപ്പോൾ കഴിഞ്ഞിട്ടില്ലല്ലോ എന്നുള്ള വിശ്വാസത്തിൻ്റെ പുറത്താണ് ഞാൻ ലാലുവിനെ പറ്റിച്ചാൻ വേണ്ടിയിട്ട് ഇങ്ങനെ ഇരുന്നേക്കണം. അതിൻ്റെ ഇടീക്കാട്ട് ലാലു കയറിയെന്ന്. എന്തോ ഭാഗ്യത്തിന് ലാലുവിന് കാര്യം മനസ്സിലായിട്ടില്ല. ലാലുവിൻ്റെ വിചാരം ഞാൻ അവിടെ ഇങ്ങനെ അതേമാതിരി പെയിൻ്റ് എടുക്കാൻ വേണ്ടി വന്നിരിക്കുകയാണ്. കാരണം കളറും പശ ഇതൊക്കെ ഇരിക്കണ കണ്ടല്ല. അപ്പോൾ അങ്ങനെ വിശ്വസിച്ച് പോയതാട്ടാ. അപ്പോൾ ഞാനിങ്ങനെ ഒറിജിനലായി തോന്നാൻ വേണ്ടിയിട്ട് ഞാൻ ആദ്യം ഫെവിക്കോൾ ഇങ്ങനെ വെച്ചതാക്കുന്നുണ്ട്. കാരണം ഈ പശ ഇങ്ങനെ ഉണങ്ങുമ്പോൾ ഒരു കട്ടത്തിയ മാതിരി ആവുമല്ലോ നമ്മളെ ചോര. അപ്പോൾ അതിന് വേണ്ടിയിട്ടിട്ട് അങ്ങനെ കാട്ടണം. എന്നിട്ട് പിന്നെ നമ്മൾ ഫുഡ് കളർ ഞാൻ താഴെ പോയിട്ട് ഇത്തിരി ഗ്ലാസ്സിൽ കലക്കി കൊടുത്തിരുന്നു. അതിങ്ങനെ ഈ പശൻ്റെ മേലെ തേച്ചെടുത്തിട്ട്. പക്ഷേ പശ ഇങ്ങനെ വെള്ള കളറായ കാരണം ഈ ചുവപ്പ് ഓറഞ്ചായിട്ടാണ് വരുന്നത്. അപ്പോൾ ഞാൻ കരുതിയില്ല മൂഞ്ചിന്ന്. കാരണം ഒരു ഐഡിയ ഇല്ലാതായിട്ട് ഞാൻ ഈ പരിപാടിക്ക് ഇരിക്കണേ. എങ്ങനെയാണ് എന്താ ചെയ്യേണ്ടതെന്നൊന്നും ഒരു പിടുത്തമില്ല. എന്നിട്ട് എത്ര ഇതാക്കിയിട്ട് ഒരു ഒറിജിനൽ ലുക്കൊക്കെ കൊണ്ട് വരില്ല കേട്ടോ. അതിൽ ഞാൻ ആകെ ഒന്ന് ടെൻഷനായിട്ടാണ്. കാരണം ഞാൻ അതിൻ്റെ ഇടയിൽ ലാലു വന്ന് നോക്കിയാൽ ആകെ കൊളാവും ചെയ്യും. അപ്പോൾ ലാലു വരാതിരിക്കാൻ വേണ്ടി നിർച്ചക്കാരെ വിളിച്ചിട്ടാട്ടോ ഈ പരിപാടികളൊക്കെ ചെയ്യണത്. പിന്നൊക്കെ തോന്നിയത് ആകെ കൈ വിട്ട് പോവാണ്. കാരണം ഞാൻ വിചാരിച്ച ഒരു കളർക്ക് എത്തണില്ല. പക്ഷേ വെള്ള കളറായതുകൊണ്ട് എങ്ങനെ ഇതാക്കിയിട്ട് കളറിൽ മുക്കി തേച്ചിട്ടും ഓറഞ്ച് കളർ ഇട്ടാൽ. പിന്നെ ഒരു ഐഡിയ തോന്നി, താഴെ പോയിട്ട് ഇങ്ങനെ ഫുഡ് കളർ എടുത്തിട്ട് ഇതിനെ മേലെ അങ്ങനെ ആക്കി കൊടുക്കാന്ന് കേട്ടോ. പിന്നെ ലാലുവിന് പെട്ടെന്ന് മനസ്സിലാവില്ല, കാരണം ലാലു ഫോണിൽ കളിച്ചിരിക്കല്ല. അപ്പം പിന്നെ ശ്രദ്ധിക്കില്ല നമ്മൾ താഴത്തേക്ക് പോകണതും വരണതും. അങ്ങനെ പിന്നെ ഞാൻ താഴെ പോയിട്ട് മുടിക്ക് ഇത്തിരി ഫുഡ് കളർ എടുത്ത് വന്നു. എന്നിട്ട് പിന്നെ അതിൻ്റെ മേലെ പശ തേച്ചെടുത്തിട്ടാണ് ഒന്നിങ്ങനെ കട്ടിയിൽ തോന്നാൻ വേണ്ടിയിട്ട്. കാരണം നമ്മൾ മുറിയൊക്കെ ആയാലും ഇങ്ങനെ ആയത്തിലാവുമ്പോൾ ഇങ്ങനെ നമ്മൾ എന്താ പറയുക ഇറച്ചി പുറത്തേക്ക് വരില്ല, എന്നാൽ മാതിരി ഇങ്ങനെ ഒരു ഒറിജിനൽ തോന്നാൻ വേണ്ടിയിട്ട് പിന്നെ ഞാൻ പശ തേച്ചെടുത്തു. എന്നിട്ട് പിന്നെ ഞാൻ ആ ഫുഡ് കളർ നേരെ ബ്രഷിന്മേൽ ഇതാക്കിയിട്ട് ഇങ്ങനെ തേച്ചെടുത്തിട്ടാണ്. കാരണം വെള്ളം കൂട്ടി ഇതാക്കുമ്പോൾ ആകെ ഒഴിച്ച് വൃത്തികേടാവും. അപ്പോൾ ഫസ്റ്റ് തന്നെ അങ്ങനെ ചെയ്യേണ്ട വെച്ചിട്ട് ഞാൻ ബ്രഷ് ഇങ്ങനെ നനവുണ്ടല്ലോ, അപ്പോൾ ചെറുതായിട്ട് നനച്ചെടുത്തിട്ട് ഞാൻ ഈ ഫുഡ് കളറിൽ മുക്കിയിട്ട് പിന്നെ ഇങ്ങനെ കാട്ടൽ തുടങ്ങിയിട്ടു. അപ്പോൾ പിന്നെ ഒരു ഒറിജിനൽ ലുക്കൊക്കെ ആയി വരുന്നുണ്ട് കേട്ടോ. നമ്മൾ സിനിമയിലും അതിലും ഇതിലൊക്കെ കാണാമെന്നല്ലാതെ ഇതിൻ്റെ ശരിക്കത്തെ ഇതെങ്ങനെയാണ് പരിപാടി എന്നൊന്നും അറിയില്ലല്ലോ. അപ്പോൾ എൻ്റെ ഒരു ഐഡിയക്ക് അനുസരിച്ചാട്ടെ ഞാൻ ഇതൊക്കെ ചെയ്യുന്നത്. ലാലു പാവതൊന്നും അറിയില്ല. ലാലുവിൻ്റെ നല്ല വരയിലാണ്. കാരണം എനിക്ക് ഇടക്കും തിരക്കും അങ്ങനത്തെ ഓരോ വർക്ക് ചെയ്യണം പിരാന്തുണ്ട് കേട്ടോ. കല്യാണത്തിന് മുന്നൊക്കെ ആയിരുന്നു കേട്ടോ ഭയങ്കര ഇഷ്ടം. അപ്പോൾ കല്യാണം കഴിഞ്ഞതിന് ശേഷം വലിയ അങ്ങനത്തെ പിരാന്തൊന്നും ഉണ്ടായിരുന്നില്ല. അപ്പോൾ പിന്നെയും തുടങ്ങിയിരുന്നു. അപ്പോൾ പിന്നെ ഇടക്കും തിരക്കും ഓരോന്ന് കൊണ്ടുവച്ചിട്ട് ഇങ്ങനെ നമ്മളെ റൂമിൽ തന്നെ ഡെക്കറേഷൻ ചെയ്യാമെന്നൊക്കെ കരുതിയിട്ട് അങ്ങനെ ഓരോന്ന് കൊണ്ടുവച്ച് ചെയ്യലാണ് എനിക്ക് പണി. അപ്പോൾ അങ്ങനത്തെ ഒക്കെ എന്തെങ്കിലും പരിപാടിയിൽ വെച്ചിട്ടാണ് ലാലു മെയിൻ ചെയ്യാതെ പോയിക്കുന്നത് കേട്ടോ. പിന്നെ ഒരു ഒറിജിനലൊക്കെ തോന്നാൻ വേണ്ടിയിട്ട് ഞാൻ ആ കളർ ഇങ്ങനെ ഒഴിച്ച മാതിരി ആവാൻ വേണ്ടിയിട്ട് ഇങ്ങനെ ആകെ ഇങ്ങനെ തേച്ചെടുക്കുന്നുണ്ട് കേട്ടോ. ഇങ്ങനെ കുറച്ചൊക്കെ ഇങ്ങനെ ഒറിജിനൽ ലുക്കൊക്കെ ഇങ്ങനെ ആയി വരുന്നൊക്കെ ഉണ്ട്, ഉറപ്പ് പറയാനായിട്ടില്ല. അപ്പോൾ എന്തായാലും ഏകദേശമൊക്കെ സെറ്റായി വരുന്നുണ്ട്. പിന്നെ നമ്മളിങ്ങനെ വെള്ളത്തിൽ മുക്കി ചെയ്യുമ്പോൾ ഇത്തിരി ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ പരക്കുമല്ലോ, അപ്പോൾ നമുക്ക് ശരിക്കും ഒറിജിനലായി തോന്നുകയും ചെയ്യും. അപ്പോൾ പിന്നെ ഞാൻ ആ ബ്രഷ് ഇങ്ങനെ വെള്ളത്തിലൊന്ന് മുക്കിയിട്ട് ഇങ്ങനെ ബ്രഷ് അമർത്തി കൊടുക്കട്ടെ. അപ്പോൾ ഈ ബ്രഷിമത്തെ ഈ കളർ ഇങ്ങനെ ഒഴിച്ചല്ലോ,
അതായത് നമ്മളിങ്ങനെ തോനെ ചോരൊക്കെ വരുമ്പോൾ ആകെ ഒളിച്ചും കൊണ്ടല്ലേ കയറും. അങ്ങനെ ഒരു ലുക്ക് കിട്ടാൻ വേണ്ടിയിട്ടാട്ടെ ഞാൻ കളറിൽ മുക്കണു, വെള്ളത്തിൽ മുക്കണു, പിന്നെ ഇതേമാതിരി ഇങ്ങനെ തേച്ച് കൊടുക്കട്ടോ. അപ്പോൾ ഇങ്ങനെ വെള്ളം ഒഴിച്ചുമ്പോൾ ശരിക്കും കാണുമ്പോൾ ഇങ്ങനെ നമ്മൾ ചോരയാണെന്ന് കരുതും. മറ്റെന്താ വെച്ചാൽ നമ്മൾ വരച്ചതാണെന്ന് വേഗം മനസ്സിലാവില്ല, കാരണം കട്ടിയിലല്ലേ വരച്ചിരിക്കണേ, അപ്പോൾ വേഗം മനസ്സിലാവും. ഇങ്ങനെ ആകുമ്പോൾ എന്താ വെച്ചാൽ ചോര ആകെ പടർന്നാണെന്നൊക്കെ കരുതിക്കോളൂന്ന് വിചാരിച്ചിട്ടാ ഞാൻ. എങ്ങനെ എന്താണെന്നൊന്നും അറിയില്ല. അപ്പോൾ ചെറിയൊരു പേടിയുണ്ട്, ഫസ്റ്റ് ടൈം ആയിട്ടാണ്, എന്താവുമെന്നൊന്നും അറിയില്ല, തല്ലിട്ടോ എന്താവും തെറ്റുമെന്നൊന്നും അറിയില്ല. ഇപ്പം എന്തായാലും നമ്മൾ വിചാരിച്ച മാതിരി ഏകദേശമൊക്കെ സെറ്റായി വരുന്നുണ്ട്. എന്തായാലും നമ്മൾ വിചാരിച്ച മാതിരി കഴിക്കണം കേട്ടോ. ചോരൊക്കെ ഒഴിച്ചല്ലോ തുടങ്ങിയേക്കണം. ബ്രഷ് ഇങ്ങനെ നനച്ചതാക്കുമ്പോൾ ഇങ്ങനെ ചോര ഇങ്ങനെ പരക്കുമ്പോൾ ഒറിജിനലായി തോന്നണില്ലേ. ഇപ്പം എന്തായാലും സംഭവം റെഡിയായി. ഈ വെയിൽ എന്താണെന്ന് വെച്ചാൽ ഉച്ചക്കട്ടതാണ് വീഡിയോ എടുക്കുന്നത്, അത് വേറെ പെരിഞ്ചതി നമുക്ക് ഒറിജിനൽ തോന്നിച്ചാൽ വേണ്ടിയിട്ട് കുറച്ച് ഇങ്ങനെ നീരൊക്കെ ഒഴിപ്പിച്ചു രാവിലെ ഒഴിച്ചോക്കാം. ഉണ്ടാവുന്നു നോക്കി നോക്കിയെന്നാ നോക്കി സത്യം ഞാൻ ആ ബ്ലേഡ് വലിച്ചെറിഞ്ഞു. സത്യം ഒളിച്ചു നോക്കി. എന്തിന് അവിടെ സീല നേരുന്ന പേപ്പർ സീല നേരുന്ന ഇതൊക്കെ ഒളിച്ചിനെ കൈ കണ്ട എന്തെങ്കിലും ഉണ്ടെങ്കിൽ എടുക്കി. എന്തെങ്കിലും സീല ആ റൂമിന് എന്തെങ്കിലും സീല ഉണ്ടോ? ആ നൂറെണ്ണം ഇവിടെ തട്ടിയിരുന്നു. ഈ നരമ്പിന്റെ അവിടെ ഇവിടെ കട്ടാവുണ്ട്. നിങ്ങൾ ആ റൂമിൽ എന്തെങ്കിലും സീല എന്തെങ്കിലും. അപ്പൊ ഞാൻ ഇതിമേ ഇത് ചെത്തിയപ്പോ ആയതാണ് ആ ബ്ലേഡിനാണ് മുറ്റത്ത് കിട്ടുന്നത്. സത്യം ചെറിച്ചാണ് ാണോ പറയാണ് ഇവിടെ നോക്കി ഒളിച്ചിക്കണ്. ചിരിച്ചാ നിക്കണത് ഓറഞ്ച് കളർ അല്ലെങ്കിൽ കയ്യിൽ ചോപ്പല തീരെ കണ്ണാനില്ലേ. ഇവിടെ നീറുണ്ടോ നമുക്ക് നോക്കി. ആ പേപ്പർ അവിടെ തിരുമ്പാൻ എന്തെങ്കിലും ഉണ്ടാവും. കൈ കഴിക്കാൻ നൂറൂലേ. നിങ്ങളെന്താ കൈമാക്കി ചോരയാണ് അറിയാനാ ഏസാണ് ഇത് കാറാണ്. ഇവിടെ വേഗി ഞാൻ എന്താ കളി വെക്കി. ഇന്റെ പ്രാങ്കിനെ പറ്റിയുള്ള അഭിപ്രായം എന്താ? നിങ്ങളെന്താ കരുതിയ ഒറിജിനലാണ് എഴുതിയ? പേടിച്ചാ 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 നമുക്ക് മനസ്സിലായി ആദ്യം ഞാൻ പ്രാങ്ക് ചെയ്യാണെന്ന്. കൈ മേടിച്ചതാ പിന്നെ നെറ്റുകൂടെ കൈ കാണൊക്കെ പറഞ്ഞാ ചീത്ത പേടിച്ചാ. നിങ്ങളെന്തേരുത് ശരിക്കും ടീച്ചേഴ്സ് അപ്പൊ ആദ്യം പ്രാങ്ക് ആയി.
അപ്പം ഗൈസ് ലാലും പ്രാങ്കായി. അപ്പം എന്നിട്ട് എൻ്റെ പരീക്ഷണം വിജയിച്ചിന് ഫസ്റ്റ് ടൈമായിട്ടാണ് ലാലിനെ പ്രാങ്ക് ചെയ്യാൻ നോക്കി. അതെന്തായാലും പൊളിച്ചു. പക്ഷെ എല്ലാവരും ചൊരണ്ടി ആ പശയുടെ തൊലി വരെ പറിച്ചെടുത്ത് ചോരണ്ടോ നോക്കാൻ വേണ്ടിയിട്ട്. ലാലും ഫസ്റ്റായിട്ടൊന്ന് ലാലും ആദ്യം കരുതിയിട്ട് ഞാനിവിടെ ഇങ്ങനെ കലക്കി വെച്ച് ഈ കളറ് ഞാൻ കൈമ കൂടി വെച്ചിരുന്നു. പിന്നെ ഇവിടെ ഇങ്ങനെ കട്ട മാതിരി പശ കണ്ടപ്പോൾ ആളെ എഴുതിക്കണം ഇല്ല ഒറിജിനലാണ് ബ്ലേഡ് ഞാൻ വലിച്ചതെന്നൊക്കെ പറഞ്ഞപ്പോൾ ആളെ വിശ്വസിച്ചത്. പിന്നെയാണ് ആൾക്ക് കാര്യം മനസ്സിലായി. അപ്പൊ വെറുതെ ഇങ്ങനെ ചുരണ്ടി വെക്കിയത്. അപ്പൊ തൊലി ഇങ്ങനെ പോയിട്ടുണ്ട്. അപ്പൊ ലാലും ഇങ്ങനെ മണത്ത് നോക്കിയപ്പോ ഈ ഫെവിക്കോളിന്റെ പശന്റെ മണം. ഈ പശയാണ് നമ്മൾ പറ്റിച്ചത്. ഈ പശക്ക് മണം എന്നെ ശ്രദ്ധിച്ചില്ല. പക്ഷെ ലാലും അതിനെ മണക്കൊന്നും വിചാരിച്ചില്ല. അത് വേറെ കാര്യം. അപ്പൊ ഇന്നത്തെ വീഡിയോ എത്രയുള്ളൂ. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. പെരുഞ്ചാതി വെയിൽ ഉച്ചക്ക് കൊലമി ഇന്നത്തെ വീഡിയോ എടുക്കുന്നത്. അപ്പം എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക.